തൊഴിലാളികളുടെ അഭാവം നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. This news is brought to you by എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. തൊഴിലാളികളുടെ അഭാവം മൂലം നിർമ്മാണ മേഖലയിൽ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണ്. മലയോരത്തെ സ്കൂളുകളിലും മറ്റ് മേഖലകളിലുമുള്ള നിർമ്മാണ ഘട്ടങ്ങളിൽ പ്രധാനമായും ജോലി ചെയ്തിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലും കരാറുകാർ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ തിരഞ്ഞെടുപ്പിനായി സ്വന്തം സംസ്ഥാനത്തേക്ക് പോയതിൽ പലരും തിരിച്ചെത്തിയിട്ടില്ല. പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലി ഹാളിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയാകാത്തതിന് കാരണം തൊഴിലാളികളുടെ അഭാവം മൂലമാണെന്ന് സ്കൂൾ SMC ചെയർമാൻ P. രാമചന്ദ്രൻ പറഞ്ഞു. പെരിങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 25-26 സാമ്പത്തിക വർഷത്തിൽ ഒരു അസംബ്ലി ഹാള് പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത്. അപ്പോൾ അതിൻ്റെ വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ അസംബ്ലി ഹാളാണ്. അസംബ്ലി ഹാള് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് അസംബ്ലി കൂടാനും എത്ര മഴയായാലും അസംബ്ലി കൂടാനും അങ്ങനെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാണ്. കാരണം അതിൻ്റെ നിർമ്മാണ തൊഴിലാളികളെല്ലാം അന്യ ദേശത്തുള്ളവരായതുകൊണ്ട് അവർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പോയതുകൊണ്ട് തിരിച്ചു വരാൻ കുറച്ച് കാലതാമസമുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദഗതിയിലാണ് ഉള്ളത്. ഏതായാലും ജൂലൈയോട് കൂടിയിട്ട് അസംബ്ലി ഹാളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി കഴിയും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. മുൻപ് സ്വന്തം നാട്ടിലെ തൊഴിലാളികൾ ചെയ്തിരുന്ന പല മേഖലയിലും അന്യസംസ്ഥാന തൊഴിലാളികൾ കടന്നു വന്നതോടെ ഈ മേഖലയിലുള്ളവർ തൊഴിൽ നിർത്തുകയോ മറ്റു മേഖലകൾ തേടിപ്പോവുകയോ ചെയ്തിരുന്നു. എന്നാൽ തൊഴിൽ രംഗത്ത് സജീവമായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പോയതോടെ ഇവിടത്തെ തൊഴിൽ മേഖല സ്തംഭിച്ചത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. പല തൊഴിൽ സൈറ്റുകളും അന്യസംസ്ഥാന തൊഴിലാളികളുടെ തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും ഏതാവശ്യത്തിനും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ഞങ്ങൾ നൽകുന്ന വായ്പകൾ ഭവന നിർമ്മാണം, മത്സ്യ സംസ്കരണം, സോളാർ പദ്ധതി, ഹോട്ടൽ വ്യവസായം. ഈ ബാങ്ക് ഉപഭോക്താക്കൾക്ക് നല്ല സഹകരണം, നല്ല സേവനം, കസ്റ്റമേഴ്സിന് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ്. ഭവന വായ്പ, ബസ്, കാർ, 2 വീലർ ലോണുകൾ, സ്വയം തൊഴിൽ, ചെറുകിട വ്യവസായം, വസ്ത്രവ്യാപാരം, വിദേശ പഠനം, ഇന്റർലോക്ക് ആൻഡ് ബ്രിക്സ്, കൂടാതെ സ്വർണ്ണ പലിശ 7% മുതൽ. മൊബൈൽ ബാങ്കിംഗ്, ATM, ലോക്കർ സൗകര്യങ്ങൾ. ഫിനാൻഷ്യൽ സൗണ്ട് ആൻഡ് വെൽ മാനേജ്മെന്റ് അംഗീകാരം ലഭിച്ച ബാങ്ക്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതിയില്ലാതെ ബ്രാഞ്ചുകൾ തുടങ്ങാൻ കഴിയുന്ന FSWM അംഗീകാരം. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക്. ബ്രാഞ്ചുകൾ പയ്യന്നൂർ മെയിൻ ഈവനിംഗ്, പെരുമ്പ റെയിൽവേ ഗേറ്റ്, രാമന്തളി, കരിവള്ളൂർ, മാതമംഗലം, പെരുമ്പടവ്, ചെറുപുഴ. 10ാമത് ബ്രാഞ്ച് അരവഞ്ചാലിൽ